Hello friends, welcome back to Nagan Drop Paper Tech Tuition. This is Afsal. Again, നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് S4 മെക്കാനിക്കൽ 2024 സ്കീം എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സ്. കോഴ്സ് കോഡ് നോക്കൂ PCMET 403 ആണ്. ഇതിലിപ്പോൾ നമ്മൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർട്ട് ബിയിലാണ്. പാർട്ട് ബിയിൽ ഓൾറെഡി മോഡ്യൂൾ 2, 3, 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡ്യൂൾ 1 ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലമാണ്. ഈ പ്രോബ്ലത്തിന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ബേസിക്സും ഫണ്ടമെന്റൽസും തൊട്ട് മുന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കയറി കണ്ടാൽ ഇന്നത്തെ ക്ലാസ് കുറേ കൂടെ ക്ലാസ് എൻജോയ് ചെയ്യാൻ പറ്റും, കുറേ കാര്യം നന്നായിട്ട് മനസ്സിലാക്കി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ആ വീഡിയോ കയറി കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നേരെ വീഡിയോയിലോട്ട് വരിക. നോക്കൂ, പ്രോബ്ലം എന്താ പറയുന്നത്? എ ന്യൂ സ്കെയിൽ n of temperature is divided in such a way that the freezing point of ice is 100 degree N and the boiling point is 400 degree Newton. Sorry, Newton അല്ല, 400 degree N. ഈ നമ്മൾ എന്ന് ന്യൂട്ടൺ എന്നൊക്കെ വായിച്ച് പരിചയപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് ന്യൂട്ടൺ എന്ന് കയറി പറഞ്ഞ പോലെ എന്നല്ല, അവർ ഈ എക്സാമിനർ ഡിഫൈൻ ചെയ്ത് പുതിയൊരു സ്കെയിലാണ്, അവൻ്റെ പേര് N എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ അറിയാതെ വല്ല ന്യൂട്ടൺ എന്ന് പറഞ്ഞു പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ന്യൂട്ടൺ അല്ല, ദിസ് ഇസ് എ ന്യൂ സ്കെയിൽ ഓഫ് ടെമ്പറേച്ചർ N. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് what is the temperature reading on this new scale when the temperature is 150 degrees Celsius. അതായത് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ സ്കെയിൽ എന്താണ്? നമ്മൾ സെൽഷ്യസ് സ്കെയിൽ ഉണ്ടല്ലോ, ആ സെൽഷ്യസ് സ്കെയിലിനകത്ത് ടെമ്പറേച്ചർ 150 ഡിഗ്രി സെൽഷ്യസ് ആയാൽ അവന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറഞ്ഞ പുതിയ എൻ സ്കെയിലുള്ള വാല്യൂ എത്രയാണ്? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടെമ്പറേച്ചർ ബോത്ത് ദ സെൽഷ്യസ് ആൻഡ് ദ ന്യൂ ടെമ്പറേച്ചർ സ്കെയിൽ റീഡിംഗ് വുഡ് ബി സെയിം? ഏത് ടെമ്പറേച്ചറിലാണ് ഈ എൻ സ്കെയിലിലെയും നമ്മുടെ സെൽഷ്യസ് സ്കെയിലിലെയും വാല്യൂസ് സെയിം ആകുന്ന ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറാണ്? രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഇഫ് എം ഈസ് ദ അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് എൻ ദെൻ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ അറ്റ് ഐസ് പോയിന്റ് ആൻഡ് സ്റ്റീം പോയിന്റ് ആൻഡ് അറ്റ് 150 ഡിഗ്രി സെൽഷ്യസ്. 3 പാർട്ടുകളായിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ എന്ത് ചെയ്യാം? മൂന്നാമത്തെ പാർട്ട് എന്താണ് ഞാൻ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് നേരെ നമ്മളെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പോവാം. ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ പ്രോബ്ലം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണോ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക്സ് പഠിപ്പിച്ചിട്ടുണ്ടോ, അതേ സെയിം ബേസിക്സിൻ്റെ പഠിപ്പിച്ച അതേ പാറ്റേണിലാണ് നമ്മുടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സേ നിങ്ങൾ നോക്കുക, ഈ കാണുന്നതാണ് നമ്മുടെ സ്കെയിൽ. ഏത് സ്കെയിൽ വിചാരിക്കുക? നമ്മുടെ എൻ സ്കെയിൽ. നമുക്കൊരല്പം തിക്നെസ് കൂട്ടി കൊടുക്കാം. ഓക്കെ, ലെറ്റ്സ് സേ ദിസ് ഇസ് അവർ എൻ സ്കെയിൽ വിചാരിക്കുക. ഈ എൻ സ്കെയിലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ആരെയും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെൽഷ്യസ് സ്കെയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദിസ് ഇസ് അവർ ന്യൂ സ്കെയിൽ. എക്സാമിനർ പറഞ്ഞ ന്യൂ സ്കെയിൽ എൻ സ്കെയിലാണ്. ദിസ് ഇസ് അവർ സെൽഷ്യസ് സ്കെയിൽ. ഓക്കെ, ദിസ് ഇസ് അവർ സെൽഷ്യസ് സ്കെയിൽ. നമുക്കറിയാമല്ലോ, ഏത് ടെമ്പറേച്ചർ സ്കെയിൽ എടുത്താലും അവന് 2 ഫിക്സഡ് പോയിന്റുകൾ കാണും. ഒരു ലോവർ ഫിക്സഡ് പോയിന്റും ഒരു അപ്പർ ഫിക്സഡ് പോയിന്റും. ക്വസ്റ്റ്യനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ എൻ സ്കെയിൽ, ഈ എക്സാമിനർ ഡിഫൈൻ ചെയ്ത എൻ സ്കെയിലിൻ്റെ ലോവർ ഫിക്സഡ് പോയിന്റിൻ്റെ ടെമ്പറേച്ചർ പറയുന്നത് ദാറ്റ് ഈസ് 100 ഡിഗ്രി എൻ ആണ്. ആരെന്ന് പറയുന്നത്? ഈ എൻ സ്കെയിലിൻ്റെ ലോവർ ഫിക്സഡ് പോയിന്റ്. അതേപോലെ തന്നെ എൻ സ്കെയിലിൻ്റെ അപ്പർ ഫിക്സഡ് പോയിന്റ് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എത്ര പറയുന്നുണ്ട്? 400 ഡിഗ്രി എൻ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ടെമ്പറേച്ചർ കറസ്പോണ്ടിങ് ടു 150 ഡിഗ്രി സെൽഷ്യസ്? ഇതാണല്ലോ നമ്മുടെ സെൽഷ്യസ് സ്കെയിലിനകത്തുള്ള ലോവർ ടെമ്പറേച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ദാറ്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 0 ആണ്. അവൻ്റെ അപ്പർ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അതായത് നമ്മൾ അപ്പർ പോയിന്റ് ഓർമ്മ, അപ്പർ പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റീം പോയിന്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ്. ലോവർ പോയിന്റ് എന്ന് വെച്ചാൽ ആരാണ്? ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഐസ് പോയിന്റ്. ഇനി അത് കൺഫ്യൂഷൻ വരുത്തി കളയരുത്. ദിസ് ഈസ് അവർ ലോവർ ഫിക്സഡ് പോയിന്റ്, ദിസ് ഈസ് അവർ അപ്പർ ഫിക്സഡ് പോയിന്റ്. മറ്റു പേരുകളുണ്ട്, ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ മറ്റേ അപ്പർ പോയിന്റിൻ്റെ പേര് സ്റ്റീം പോയിന്റാണ്. നമുക്കറിയാം സെൽഷ്യസ് സ്കെയിലിനകത്തുള്ള അപ്പർ പോയിന്റ് സ്റ്റീം പോയിന്റ് പണ്ടേ അറിയാം, ദാറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവർ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഈ സെൽഷ്യസ് സ്കെയിലിനകത്ത് 150 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ എൻ സ്കെയിലിലെ വാല്യൂ, ഈ കാണുന്ന സ്ഥലത്തുള്ള വാല്യൂ എത്രയെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്കൊരു കൺവേർഷൻ ഇക്വേഷൻസ് വേണം. ഞാൻ പഠിപ്പിച്ചിരുന്നു, നമ്മൾ ഇന്നലെ ഡെഫിനിഷൻ പഠിപ്പിച്ചപ്പോൾ, ബേസിക്സ് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, കെൽവിൻ സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, ഈ 3 സ്കെയിലുകളും തമ്മിലുള്ള കൺവേർഷൻസ് ഇക്വേഷൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒരു ഗ്രാഫ് ഉപയോഗിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു എളുപ്പ വഴി പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ ഗ്രാഫ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് എക്സാമിന് ഓർത്തെടുക്കാൻ ഒരു എളുപ്പ വഴി, ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ആ കൺവേർഷൻ സ്കെയിൽ നമുക്കിവിടെ ആവശ്യം എന്തൊക്കെ സ്കെയിലുകൾ തമ്മിലാണ്? എൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലുമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അവർ തമ്മിലുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എൻ സ്കെയിലിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു റാൻഡം വാല്യൂ മൈനസ് അവൻ്റെ ലോവർ ഫിക്സഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ എൻ സ്കെയിൽ. ദിസ് ഷുഡ് ബി ഈക്വൽ ടു നമ്മുടെ സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂ മൈനസ് അവൻ്റെ ലോവർ ഫിക്സഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ
ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ വാട്ട്, നമ്മുടെ സെൽഷ്യസ് സ്കെയിൽ. ഇനി നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ്. നമുക്ക് എല്ലാവർക്കും അറിയാം വാട്ട് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ്. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ അപ്പർ ഫിക്സഡ് പോയിന്റ് ആൻഡ് ലോവർ ഫിക്സഡ് പോയിന്റ്. നോക്കൂ, ഇതാണ് നമ്മുടെ അപ്പർ ഫിക്സഡ് പോയിന്റ്, ഇതാണ് നമ്മുടെ ലോവർ ഫിക്സഡ് പോയിന്റ്. 0-ൽ തുടങ്ങി 100-ൽ അവസാനിച്ചു. അപ്പോൾ ഇവിടെ എത്ര ഡിവിഷൻസ് കാണും? 100 ഡിവിഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ സെൽഷ്യസ് സ്കെയിൽ 100 ആണ്. അതേപോലെ നോക്കൂ, ഇവിടെ 400 ആണ്, ഇവിടെ 100 ആണ്. സോ 400 - 100 എത്ര കാണും? ഇവിടെ 300 ഡിവിഷൻസ് കാണും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ നമ്മുടെ എൻ സ്കെയിൽ എത്രയാണ്? 300 ആണ്. ഇവൻ എത്രയാണ്? 100 ആണ്. നമുക്ക് ആ വാല്യൂ കൊടുക്കാം. ശ്രദ്ധിച്ചിരിക്കൂ. നോക്കൂ, എൻ വാല്യൂ നമുക്ക് കണ്ടെത്തേണ്ടതാണ്. എൻ മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അവൻ്റെ 100 ആണ് അവൻ്റെ ലോവർ ഫിക്സഡ് പോയിന്റ് ഇൻ എൻ സ്കെയിൽ. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയാണ്? 300 ആണ്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു സെൽഷ്യസ് സ്കെയിലിലെ വാല്യൂ മൈനസ് അവൻ്റെ ലോവർ ഫിക്സഡ് പോയിന്റ് 0°C ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ ഫിക്സഡ് പോയിന്റ് 100 ആണ്. ഇവിടെ നോക്കൂ, ഈ 2 0 ഈ 2 0 ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്കിവിടെ എന്നിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. എൻ ഈസ് ഈക്വൽ ടു ഈ 3 അപ്പുറത്ത് പോകുമ്പോൾ 3C, 100 അപ്പുറത്ത് -100 അപ്പുറത്ത് പോകുമ്പോൾ +100. ഇതാണ് നമ്മുടെ കൺവേർഷൻ ഇക്വേഷൻസ്. അതായത് ഏത് സെൽഷ്യസ് സ്കെയിലിൻ്റെ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ കണ്ടെത്തണമോ ആ സെൽഷ്യസ് സ്കെയിലിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ ക്വസ്റ്റിന് പറഞ്ഞത് എത്രയാണ്? സെൽഷ്യസ് സ്കെയിലിൽ 150°C ആയാൽ അവന് കറസ്പോണ്ടിങ് ആയ എൻ സ്കെയിലിൻ്റെ വാല്യൂ എന്താണ്? ഈ കാണുന്ന സെൽഷ്യസ് സ്കെയിൽ സിക്ക് പകരം എത്ര കൊടുക്കുക? 150 കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അത് കണ്ടെത്താം. നോക്കൂ നിങ്ങൾ, ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. എൻ ഈസ് ഈക്വൽ ടു 3 × 150 + 100. 3 × 150 നമുക്ക് എല്ലാവർക്കും പറയാം. എത്ര? 3 × 150 440. 450 + 100 എത്രയാണ്? 550 എന്നാണ് ആരെന്ന് പറയപ്പെടുന്നത്? നമ്മുടെ സെൽഷ്യസ് സ്കെയിലുള്ള 150°C കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ സ്കെയിൽ വാല്യൂ. നമുക്കിവിടെ മാർക്ക് ചെയ്ത് പോകാം. ഇതാണല്ലോ നമ്മുടെ 150. അവന് 150°C അവന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ സ്കെയിലിൻ്റെ വാല്യൂ എത്ര എന്ന് കിട്ടി? 550° എന്ന് കിട്ടി. ദിസ് ഇസ് അവർ ഫസ്റ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ, ഞാൻ വായിക്കാം, ഞാൻ ഓൾറെഡി നേരത്തെ കാണിച്ചു തന്നു, ഇനിയിപ്പോൾ ഞാൻ കാണിക്കുന്നില്ല. അറ്റ് വാട്ട് ടെമ്പറേച്ചർ ബോത്ത് ദ സെൽഷ്യസ് ആൻഡ് ദ ന്യൂ ടെമ്പറേച്ചർ സ്കെയിൽ റീഡിംഗ് വുഡ് ബി സെയിം. ഏത് ടെമ്പറേച്ചറിലാണ് നമ്മുടെ പുതിയ എൻ സ്കെയിലിൻ്റെയും ഈ കാണിച്ചിരിക്കുന്ന സെൽഷ്യസ് സ്കെയിലിൻ്റെ വാല്യൂസ് ഈക്വൽ ആകുന്ന ടെമ്പറേച്ചർ ഏതാണ്? സിമ്പിൾ. നമ്മുടെ ഇക്വേഷൻ നമ്മളിലുണ്ടല്ലോ, നമുക്ക് ആ ഇക്വേഷൻ കൊടുക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എൻ ഈസ് ഈക്വൽ ടു 3C + 100 ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അവർ ചോദിക്കുന്ന കണ്ടീഷൻ എന്താണ്? എന്നിൻ്റെയും സിയുടെയും വാല്യൂ ഈക്വൽ ആകുന്നത് ഏത് പോയിന്റിലാണ്? ഞാൻ ആ ഈക്വൽ പോയിന്റിന് തൽക്കാലം എക്സ് എന്ന് വിളിച്ചോട്ടെ. എന്നിട്ട് ഈ എന്നിന് പകരം എക്സ് കൊടുത്തു, സിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? എക്സ് കൊടുത്തു. ഇവിടെ എക്സ് കണ്ടെത്തിയാൽ പോരെ. സോ 3x പുറത്ത് വരുമ്പോൾ x - 3x is equal to 100. So this is equal to -2x is equal to 100. ശരിയല്ലേ? സോ x is equal to -50. സോ അറ്റ് -50യിലാണ് സെൽഷ്യസ് സ്കെയിലിൻ്റെയും നമ്മുടെ എൻ സ്കെയിലിൻ്റെയും ടെമ്പറേച്ചർ ഈക്വൽ ആകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും കണ്ടെത്തി. വളരെ സിമ്പിളായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കുക, ഞാൻ അത് കാണിച്ചു തരാം ഒന്നുകൂടെ. നോക്കൂ നിങ്ങൾ, തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് നോക്കൂ നിങ്ങൾ. ഇഫ് എം ഈസ് ദ കാണുന്നില്ല ഇഫ് എം ഈസ് ദ അബ്സല്യൂട്ട് സ്കെയിൽ ഓഫ് എൻ. ശ്രദ്ധിക്കണേ, എം എന്ന് പറഞ്ഞൊരു പുതിയൊരു സ്കെയിൽ, അവൻ അബ്സല്യൂട്ട് സ്കെയിലാണ്. ആരുടെ? എന്നിൻ്റെ അബ്സല്യൂട്ട് സ്കെയിൽ ആണെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് വാല്യൂ അറ്റ് ഐസ് പോയിന്റ്, സ്റ്റീം പോയിന്റ് ആൻഡ് അറ്റ് 150°C. ഇവിടെ ഇച്ചിരി കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുണ്ട്. അവൻ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തുന്ന രീതിയിൽ പറഞ്ഞുതരാം. നോക്കൂ നിങ്ങൾ, അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കാണാൻ പറ്റുന്ന സ്ക്രീൻ. ഓക്കെ, നോക്കൂ നിങ്ങൾ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. എന്താ പഠിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? എന്താ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? സെൽഷ്യസ് സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് സ്കെയിലുണ്ട്. ആ സ്കെയിലിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്ന സ്കെയിൽ? കെൽവിൻ സ്കെയിൽ. സോ ദിസ് ഇസ് അവർ കെൽവിൻ സ്കെയിൽ. ഈ കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ എന്താണ് അബ്സല്യൂട്ട് സ്കെയിൽ എന്നുള്ള കഥ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓർമ്മ വരും. എല്ലാ സ്കെയിലിനും ലോവർ ഫിക്സഡ് പോയിന്റും ഉണ്ട്, അപ്പർ ഫിക്സഡ് പോയിന്റും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്കെയിലിനും ഒരു അബ്സല്യൂട്ട് 0 പോയിന്റ് ഉണ്ട്. എന്താ അബ്സല്യൂട്ട് 0 പോയിന്റ് എന്ന് പറഞ്ഞാൽ? വേർ ദ മോളിക്കുലാർ മൂവ്മെൻറ്റ് വിൽ ബി ഫ്രീസിങ്. അതായത് മോളിക്കുലാർ മൂവ്മെൻ്റ് ഒക്കെ ഫ്രീസ് ചെയ്തപ്പോൾ മോളിക്യൂൾസിന് ഒരു തെർമൽ എനർജിയും ഇല്ലാത്ത ഒരു ഫിസിക്കൽ പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ സെൽഷ്യസ് സ്കെയിലിൻ്റെ വാല്യൂ എത്രയെന്ന് അറിയാമോ? ഇറ്റ് ഈസ് -273.15 ആണ്. ഞാൻ റൗണ്ട് ചെയ്ത് -273 ആക്കി മാറ്റി. ഇതാണ് ആ ഫിസിക്കൽ പോയിന്റ്. ഇവന്
ഒരു അബ്സല്യൂട്ട് സ്കെയിൽ. കാരണം ഈ ലോർഡ് കെൽവിൻ എന്ന് പറഞ്ഞ ആൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ എല്ലാം റാൻഡമായിട്ട് തോന്നിയതുപോലെ നമ്മൾ സ്കെയിലുകൾ മെഷർ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരു അബ്സല്യൂട്ട് ഒറിജിനൽ സീറോ വാല്യൂ വേണം. വേർ ദ തെർമൽ എനർജി സീറോ, അവൻ്റെ വാല്യൂ സീറോ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്യണം. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന സ്കെയിൽ വിളിക്കുന്നവൻ അബ്സല്യൂട്ട് സ്കെയിൽ. അപ്പോൾ ഇതേ സെയിം കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് സെൽഷ്യസ് സ്കെയിൽ ഞാൻ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു, ഒരു അബ്സല്യൂട്ട് സ്കെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ആ സ്കെയിലിന് വിളിക്കുന്ന പേരാണ് കെൽവിൻ സ്കെയിൽ. അപ്പോൾ കെൽവിൻ സ്കെയിൽ ഒരു അബ്സല്യൂട്ട് സ്കെയിൽ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവൻ്റെ ഇതേ സെയിം ഫിസിക്കൽ പോയിന്റ് കെൽവിൻ സ്കെയിൽ വരുമ്പോൾ അവൻ്റെ വാല്യൂ ഇത്രയായേ പറ്റൂ, സീറോ ആയേ പറ്റൂ. കാരണം കെൽവിൻ സ്കെയിൽ ആരാണ്, ഒരു അബ്സല്യൂട്ട് സ്കെയിലാണ്. ഒരു റാൻഡം അബ്സല്യൂട്ട് സ്കെയിൽ അല്ല, സെൽഷ്യസ് സ്കെയിലിൻ്റെ അബ്സല്യൂട്ട് സ്കെയിലാണ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിൻ്റെ ആ മറ്റേ മോളിക്കുലർ മൂവ്മെൻറ്റ് സീറോ ആകുന്ന പൊസിഷൻ എവിടെയാണോ അവന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ കെൽവിൻ സ്കെയിലിലെ പോയിന്റ് എത്ര ആയേ പറ്റൂ, സീറോ ആയേ പറ്റൂ. ഇനി ഇവർ രണ്ടുപേരും ഈ സ്കെയിലും അബ്സല്യൂട്ട് സ്കെയിൽ ആകണം. സോറി, ഈ സെൽഷ്യസ് സ്കെയിലിൻ്റെ അബ്സല്യൂട്ട് സ്കെയിലാണ് കെൽവിൻ സ്കെയിൽ ആകണമെങ്കിൽ രണ്ടാമതൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. എന്താ രണ്ടാമത്തെ കണ്ടീഷൻ, ഇവർ രണ്ടുപേരും ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ സെയിം ആയിരിക്കണം. മനസ്സിലായോ? അതായത് അബ്സല്യൂട്ട് സ്കെയിൽ ആകണമെങ്കിലുള്ള ആദ്യത്തെ കണ്ടീഷൻ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം സീറോ. പിന്നെ സെൽഷ്യസ് സ്കെയിലിൻ്റെ അബ്സല്യൂട്ട് സ്കെയിലാണ് കെൽവിൻ ആകണമെങ്കിൽ ഇവൻ്റെ അതേ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ തന്നെ ആർക്കും വരണം, ഇവർക്ക് വരണം. അതായത് ഇവിടെ 100 ആണെങ്കിൽ ഇവനും 100 ആയിരിക്കണം, ഇവിടെ 200 ആണെങ്കിൽ ഇവൻ്റെ ടോട്ടൽ ഡിവിഷൻ എത്ര ആയിരിക്കണം, 200 ആണ്. വിച്ച് മീൻസ് ഈ -273 നിന്ന് ഈ കാണുന്ന ലോവർ പോയിന്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, 273 പോയിന്റ്സ് മുകളിലോട്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും. അപ്പോൾ നമ്മുടെ ഈ 0 എന്ന് പറയുന്ന അബ്സല്യൂട്ട് പോയിന്റിൽ നിന്ന് 273 മുകളിലോട്ട് പോയാൽ നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് ദ ലോവർ പോയിന്റ് ഓഫ് കെൽവിൻ. We will get the lower point of Kelvin scale. കാരണം രണ്ടുപേരുടെയും ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസ് എന്താണ്, സെയിം ആണ്. സോ ഞാനത് മാർക്ക് ചെയ്ത് പോകാം. സോ ദിസ് വിൽ ബി 273. ഈ 273 കെൽവിൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ദിസ് ഇസ് ദ ലോവർ ഫിക്സഡ് പോയിന്റ് ഓഫ് ദ കെൽവിൻ സ്കെയിൽ. അതേപോലെ തന്നെ ഈ 273 നിന്ന് 100 പോയിന്റ് മുകളിലോട്ട് പോയാൽ എവിടെ കിട്ടുമെന്ന് അറിയാമോ, നമ്മുടെ സ്റ്റീം പോയിന്റ് കിട്ടും. സോ ദിസ് ഇസ് 373 കെൽവിൻ. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി, സെൽഷ്യസ് സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, സെൽഷ്യസ് സ്കെയിലിന് കാണാൻ പറ്റുന്നില്ല അല്ലേ, സെൽഷ്യസ് സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് സ്കെയിൽ പഠിച്ചു, അത് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് പഠിച്ചു, അവൻ്റെ പേര് കെൽവിൻ സ്കെയിലാണെന്ന് പഠിച്ചു. ഇനി ഇവർ തമ്മിലുള്ള ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കും നോക്കൂ നിങ്ങൾ. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നോക്കൂ, ഇവൻ -273 ആണ്. ഈ -273 നിന്ന് ഈ കാണുന്ന ഫിക്സഡ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ എത്ര പോയിന്റ് നമ്മൾ കൂട്ടണം, 273 പോയിന്റ് നമ്മൾ എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പോൾ ഈ 273 പോയിന്റ് എന്ന് പറഞ്ഞാൽ സെൽഷ്യസ് സ്കെയിലിൻ്റെ വാല്യൂ എത്രയാണ്, അവന് കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പോൾ 1 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ അതിന് കറസ്പോണ്ട് ഇവിടെ എത്ര വരും, ഇവിടെ 274 വരും. 2 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര വരും, ഇവിടെ 275 വരും. അതായത് എത്രയാണോ സെൽഷ്യസ് അവൻ്റെ കൂടെ 273 കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കെൽവിൻ സ്കെയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു, കാണാൻ പറ്റുന്നത്, കെൽവിൻ സ്കെയിൽ ഈസ് ഈക്വൽ ടു സെൽഷ്യസ് സ്കെയിൽ പ്ലസ് 273. ഇതാണ് ഇവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഇതേപോലൊരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ആ എൻ സ്കെയിലും എം സ്കെയിലും തമ്മിൽ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. നോക്കൂ, നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകാൻ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. നോക്കൂതാ, ഞാൻ എന്ത് ചെയ്തു, ഒരു പുതിയൊരു സ്കെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഈ സ്കെയിലിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അവർ എം സ്കെയിൽ. മൊത്തം 4 സ്കെയിൽ വന്ന്, ഒന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എൻ സ്കെയിൽ, പിന്നെ സെൽഷ്യസ് സ്കെയിൽ, പിന്നെ അബ്സല്യൂട്ട് സ്കെയിൽ വേണ്ടി കെൽവിൻ സ്കെയിൽ പഠിപ്പിച്ചു. ഇപ്പോൾ തേർഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എം സ്കെയിൽ. ഈ എം സ്കെയിലിൻ്റെ പ്രത്യേകത എന്നറിയാമോ, ഇവനൊരു അബ്സല്യൂട്ട് സ്കെയിലാണ്. ഇവൻ എന്ത് സ്കെയിലാണ്, ഇവനൊരു അബ്സല്യൂട്ട് സ്കെയിലാണ്. അതുകൊണ്ട് ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ പോയിന്റ് 0. പക്ഷേ ഈ ഫിസിക്കൽ 0 പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ എൻ സ്കെയിലിൻ്റെ വാല്യൂ ഉണ്ട്. ആ വാല്യൂ നമുക്കറിയില്ല, അത് കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താം, നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുന്നത് ആരുമായിട്ടാണ്, ഈ കാണുന്ന എൻസ്. കാരണം ഇവൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻസും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അറിയാം, അവിടെ നിൽക്കട്ടെ, എങ്കിലും നമ്മൾ എൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും തമ്മിലല്ലേ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കി കൊടുത്താൽ പോരെ. കാരണം ഇവൻ്റെ ഈ കാണുന്ന എൻ സ്കെയിലിന് കറസ്പോണ്ടിങ് അബ്സല്യൂട്ട് വാല്യൂ എനിക്കറിയില്ല, പക്ഷേ ഇവൻ്റെ അബ്സല്യൂട്ട് വാല്യൂ അറിയാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇക്വേഷൻ ഞാൻ കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി കിട്ടും. ആ ഇക്വേഷൻ നമുക്കറിയാം, n = 3c + 100 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ n = 3c + 100. നോക്കൂ, നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ അബ്സല്യൂട്ട്, എന്താണ്, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് എൻ സ്കെയിൽ കണ്ടെത്താൻ പോവുകയാണ്. എങ്ങനെ കണ്ടെത്തും പിള്ളേരെ, ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. n = 3c + 100 ആണ് ഇക്വേഷൻ. ഈ സിയുടെ വാല്യൂ എന്ന് വെച്ചാൽ എന്തായിരിക്കണം, സെൽഷ്യസ് സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കുക. അതെത്രയാണ്, -273. കണ്ടോ, ഇറ്റ് ഇസ് -273 കൊടുക്കട്ടെ, -273 കൊടുക്കട്ടെ.
3 ഇൻറ്റു -273 പ്ലസ് 100. അപ്പോൾ ഇറ്റ് വിൽ ബി 819 -819 പ്ലസ് 100, വിച്ച് മീൻസ് ഇറ്റ് ഈസ് -719 ആണ് ആരെന്ന് പറയുന്നത് എന്നിൻ്റെ അബ്സല്യൂട്ട് സ്കെയിൽ വാല്യൂ. ചെക്ക് ചെയ്ത് നോക്കട്ടെ. കറക്റ്റ് 719. നോക്കൂ നിങ്ങൾ, അതായത് ഈ കാണുന്ന അബ്സല്യൂട്ട് പോയിന്റ് മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഫ്രീസ് ആകുന്ന സ്ഥലത്തുള്ള വാല്യൂ ഇൻ എൻ സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്ര എന്നറിയാമോ? -719 ആണെന്ന് കിട്ടി. കണ്ടോ? ഇനി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഈ കാണുന്ന എം സ്കെയിലിലെ ഈ എം സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോവർ പോയിന്റും കണ്ടെത്താൻ പറ്റും, അപ്പർ പോയിന്റും കണ്ടെത്താൻ പറ്റും, അവന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തും കണ്ടെത്താൻ പറ്റും. ഈ 150ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സ്കെയിലിലെ വാല്യൂ കണ്ടെത്താൻ പറ്റും. അതാണ് ക്വസ്റ്റ്യൻ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റത്തില്ലേ? എങ്ങനെ കണ്ടെത്താൻ പറ്റും? നമുക്കിനി ഇവർ തമ്മിലുള്ള ഇക്വേഷൻസ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ആർക്ക് പറയാൻ പറ്റും? ആർക്കെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഒന്ന് പറയാമോ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന്? ഓക്കെ, ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഈ എം സ്കെയിലിന് ലോവർ ഫിക്സഡ് പോയിന്റ് അല്ലെങ്കിൽ അവൻ്റെ ഐസ് പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, പിന്നെ ഉള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്റ്റീം പോയിന്റിൻ്റെ വാല്യൂ, പിന്നെ ഈ 150°C കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സ്കെയിൽ ലെവൽ. ഈ 3 വാല്യൂസ് ആണ് ക്വസ്റ്റ്യൻ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിന് മുന്നേ നമുക്ക് എന്ത് വേണമെന്ന് അറിയാമോ? നമ്മുടെ എൻ സ്കെയിൽ കണ്ടല്ലോ, എൻ സ്കെയിലും ഈ എൻ സ്കെയിലിൽ 0 വാല്യൂ എവിടെയാണെന്ന് നോക്കണം. അത് നമുക്കറിയാം. ഇത് 100 ആണ്, ഇത് 719 ആണെങ്കിൽ -719, ഇതിനിടയിൽ എവിടെയാണ് 0? ലെറ്റ്സ് സേ ഞാൻ ഇവിടെയാണ് 0 എന്ന് വിചാരിക്കുക. ഞാൻ മാർക്ക് ചെയ്ത് ദിസ് ഇസ് ദ 0 പോയിന്റ് ഓഫ് ദ എൻ സ്കെയിൽ. അങ്ങനെയാണെങ്കിൽ ഈ 0 പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ എവിടെ വരും? എം സ്കെയിൽ വരും. അത് തുറന്ന് കണ്ടെത്തണ്ടേ? അത് കണ്ടെത്തിയാൽ കുറെ കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർ തമ്മിലുള്ള ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നോക്കൂ നിങ്ങൾ, ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഈ എൻ സ്കെയിലിൻ്റെ അബ്സൊല്യൂട്ട് സ്കെയിലാണ് ആരെന്ന് പറയുന്നത് എം സ്കെയിലാണ്. അതുകൊണ്ടാണ് അവൻ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവൻ്റെ എന്നിൻ്റെ അബ്സൊല്യൂട്ട് ആണ് എം എങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് കണ്ടീഷൻ അവൻ 0 എന്ന് തുടങ്ങണം. രണ്ടാമത്തെ കണ്ടീഷൻ ഇവർ തമ്മിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡിവിഷൻ സെയിം ആയിരിക്കണം. അതായത് ഇവിടെ ഒരു 10 പോയിന്റ് മുകളിൽ പോയാൽ ഇവിടെയും 10 പോയിന്റ് മുകളിൽ പോകും. നോക്കൂ നിങ്ങൾ, -719 നിന്ന് എത്ര പോയിന്റ് മുകളിൽ പോയാലാണ് 0 എത്തുക? +719 ഇല്ലേ? ഇവിടുന്ന് മുകളിലോട്ട് 719 മുകളിലോട്ട് വന്നാൽ നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. അപ്പോൾ കറക്റ്റ് ഈ അബ്സല്യൂട്ട് 0 പോയിന്റിൽ നിന്നും 719 മുകളിലോട്ട് പോയാൽ എന്ത് കിട്ടും? ഈ കാണുന്ന 0 പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സ്കെയിലിലെ വാല്യൂ കിട്ടും. അതായത് +719 ആണ് ആരെന്ന് പറയുന്ന വാല്യൂ നമ്മുടെ എൻ സ്കെയിലിലെ 0 വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എം സ്കെയിലിലെ വാല്യൂ. അപ്പോൾ നമ്മൾ അത് എഴുതി പോകാം. നോക്കൂ, ദിസ് ഈസ് 719. ഇത് ആരുടെ പോലെയാണ്? നോക്കൂ നിങ്ങൾ, ഇവിടുന്ന് -273 നിന്നും മുകളിലോട്ട് +273 ഇപ്പോൾ 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 0° കറസ്പോണ്ടിങ് ആയിട്ട് കെൽവിൻ സ്കെയിലിലെ വാല്യൂ എത്രയാണ്? ഈ 0ൽ നിന്ന് നമ്മൾ എത്ര പോയിന്റ് മുകളിലോട്ട് പോകണം? 273 പോയിന്റ് മുകളിലോട്ട് പോകണം. എന്ന് പറയുന്നത് പോലെ -719 നിന്ന് 0ൽ എത്താൻ 719 പോയിന്റ് മുകളിലോട്ട് പോയാൽ 0ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 719 മുകളിലോട്ട് പോവുക. അപ്പോൾ കറക്റ്റ് ഈ 0 പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സ്കെയിലിലെ വാല്യൂ കിട്ടും. ഇനി നമ്മൾ എങ്ങനെയാണ് കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കിയെന്ന് ഓർമ്മയുണ്ടോ? നോക്കൂ, കെൽവിൻ ഈസ് ഈക്വൽ ടു സെൽഷ്യസ് പ്ലസ് 273. കാര്യം എന്താണ്? സെൽഷ്യസ് സ്കെയിലിൽ 0 വാല്യൂ എന്ന് പറഞ്ഞാൽ 273 ആണ് ഇൻ കെൽവിൻ സ്കെയിലിൽ. അതേപോലെ എൻ സ്കെയിലിൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം സ്കെയിൽ വാല്യൂ എത്രയാണ്? 719 ആണ്. അപ്പോൾ എം സ്കെയിൽ ഈസ് ഈക്വൽ ടു നമ്മുടെ എന്ത് സ്കെയിലാണ് അതിൻ്റെ പേര്? എൻ ആണ്. എം സ്കെയിൽ ഈസ് ഈക്വൽ ടു എൻ സ്കെയിൽ പ്ലസ് 719 എന്നാണ് ഇക്വേഷൻ വരേണ്ടത്. കാരണം എന്നിലെ 0 എന്ന് പറഞ്ഞാൽ എമ്മിലെ വാല്യൂ എത്രയാണ്? 719 ആണ്. എം 0 സ്റ്റെപ്പിലാണ്, എൻ 0 സ്റ്റെപ്പിലാണ്, എം 719 സ്റ്റെപ്പ് മുകളിലാണ്. ഇതാണ് ആ വാല്യൂസ് തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും നിൽക്കുന്ന ഫിസിക്കൽ പോയിന്റ് സെയിം ആണ്, പക്ഷെ നമ്മൾ അവിടെ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂസ് എന്താണ്? ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറസ്പോണ്ടിങ് ആയിട്ട് ഈ കാണുന്ന 0 പോയിന്റിൻ്റെ വാല്യൂം കിട്ടും, ഈ കാണുന്ന 400 വാല്യൂം കിട്ടും, 150 കറസ്പോണ്ടിങ് വാല്യൂം കിട്ടും. നമുക്കത് ചെയ്യാം. ഇക്വേഷൻ എന്താണ്? കൺവേർഷൻ ഇക്വേഷൻസ് അല്ലേ? കൺവേർഷൻ ഇക്വേഷൻ between n and m is equal to n plus 719. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ്, തേർഡ് പോയിന്റിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇഫ് m is the absolute scale of n, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ അറ്റ് ഐസ് പോയിന്റ്. ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐസ് പോയിന്റിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? നമ്മൾ കണ്ടെത്തി വെച്ച് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഐസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 100° n ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? എന്നിൻ്റെ വാല്യൂ 100 കൊടുക്കുകയാണ്. സോ m is equal to 100 പ്ലസ് 719 ചെയ്താൽ 819 ആണ് ആരുടെ വാല്യൂ? എം സ്കെയിലിൻ്റെ വാല്യൂ. ഈ കാണുന്ന എൻ സ്കെയിലിലെ ഐസ് പോയിന്റ് വാല്യൂ 100 ആണെങ്കിൽ അവന് കറസ്പോണ്ടിങ് ആയിട്ട് എം സ്കെയിലിലെ വാല്യൂ എത്രയാണ്? 819 ആണ്. രണ്ടാമത് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്
സ്റ്റീം പോയിന്റിലെ നമ്മുടെ എൻ സ്കെയിലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സ്കെയിലിൻ്റെ വാല്യൂ, അവിടുത്തെ വാല്യൂ എത്രയാണ്? 400 ഡിഗ്രി എന്നല്ലേ. അപ്പോൾ അതേ സെയിം ഇക്വേഷൻസിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? സെയിം ഇക്വേഷൻസിനകത്ത് എം ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 100, എന്നിന് പരത്തിൽ കൊടുക്കുക 400 പ്ലസ് 719 കൊടുക്കുക. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. വാട്ട് വിൽ വാല്യൂ? ദാറ്റ് ഈസ് 1119 ആണ് നമ്മുടെ വാല്യൂ. അപ്പോൾ നമുക്ക് കിട്ടി. മാർക്ക് ചെയ്ത് പോകാം. ഈ കാണുന്ന എം സ്കെയിലിന് 400 ഡിഗ്രി എന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സ്കെയിലിലെ വാല്യൂ എത്രയാണ്? 1119 ആണ് വാല്യൂ. രണ്ടാമത്തെ വാല്യൂ ഇനി എന്താ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്? ഒരു മിനിറ്റ് ചെക്ക് ചെയ്തോട്ടെ. 1119 ഡൗട്ട് ഉണ്ടേ. കറക്റ്റാണ്. ഓക്കെ, ഇനി കണ്ടെത്താൻ പറയുന്നത് നോക്കൂ. നമ്മുടെ എൻ സ്കെയിലിലെ വാല്യൂ 550 ആണെങ്കിൽ ആ അവർ ഇൻഡയറക്റ്റ്ലി ചോദിച്ചിരിക്കുകയാണ് 150 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എം സ്കെയിലിലെ വാല്യൂ 150 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ 150 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻ സ്കെയിലിലെ വാല്യൂ എത്രയാണ്? 550 ആണ്. അപ്പോൾ 550 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കണ്ടെത്തിയാൽ മതി, നമുക്ക് ഇവിടെ കിട്ടും, നമുക്ക് എം സ്കെയിൽ കിട്ടും. കാരണം നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ ആരൊക്കെ തമ്മിലുള്ള ഇക്വേഷനാണ്? എന്നും എമ്മും തമ്മിലുള്ള ഇക്വേഷനാണ് നമ്മളുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? ആ കാണുന്ന 150 പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇൻ എം സ്കെയിൽ നോക്കൂ. ദ കറസ്പോണ്ടിങ് വാല്യൂ corresponding to 150 ഡിഗ്രി സെൽഷ്യസ് ഇൻ എം സ്കെയിൽ. ഇതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താണ്? എം ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 719, എന്ന് എന്ത് കൊടുക്കുക? 550 കൊടുക്കുക അല്ലേ? കാരണം 150 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ട് എൻ സ്കെയിലിലെ വാല്യൂ എത്രയാണ്? 550. ആ 550 കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 550നും എൻ സ്കെയിലിലെ 550 കറസ്പോണ്ടിങ് ആയിട്ടും നമ്മുടെ സെൽഷ്യസ് സ്കെയിലിലെ എത്രയാണ്? 150 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇവിടെ കിട്ടുന്നത്, ഇപ്പോൾ കണ്ടെത്താൻ പോകുന്ന വാല്യൂ. സോ 550 പ്ലസ് 719 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്നറിയാമോ? 1269 ആണെന്ന് തോന്നുന്നു. ചെക്ക് ചെയ്ത് നോക്കുക. ദിസ് ഇസ് ദ വാല്യൂ. കണ്ടോ, വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഫസ്റ്റ് മോഡ്യൂളിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് സോൾവ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എന്തെങ്കിലും ഡിഫിക്കൽട്ടി ലെവൽ നിങ്ങൾക്ക് ഇവിടെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? തൊട്ടു മുന്നേ ഈ കാണുന്ന സ്കെയിലുകൾ എങ്ങനെ നമ്മൾ ഡിറൈവ് ചെയ്തെന്നും ഓരോ സ്കെയിലിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ ഗ്രാഫിക്കലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ബേസിക് വീഡിയോ ഒന്ന് കയറി കാണുക. അവിടെ കണ്ടാൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ആകും. അവിടെ അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാകും. ഇത് നന്നായി പഠിക്കുക. കാരണം നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് മോഡ്യൂൾ 1 2 ക്വസ്റ്റ്യനും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് റിലേറ്റഡ് ടു ടെമ്പറേച്ചർ അല്ലെങ്കിൽ തെർമോമെട്രി ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്ന് കൃത്യമായി പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് 100% മാർക്കും അടിച്ചെടുക്കാൻ പറ്റും. സോ സ്റ്റേ ട്യൂൺഡ്.